ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ ഒരു കാര്യകാരണം ഇല്ലാണ്ട് നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടുള്ള ആളുകളെ മുഖം ഓർമ്മയുണ്ടോ? പ്രത്യേകിച്ച് കാര്യകാരണങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ ആ, എന്താ പറയുക, നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്നുള്ളൊരൊറ്റ ഒരു കാര്യമേ ഉള്ളൂ. നമ്മളെ അടുത്ത് ഭയങ്കര ദേഷ്യം കാണിക്കുക. അങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങളെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആ ഒരു കാര്യം പറയാമെന്ന് കരുതി. ഒരു ദിവസം ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു 6 മണി ആവാനാവുന്ന ടൈമാണ്. അപ്പോൾ വീട്ടിൻ്റെ അടുത്തെത്തി ബസ് ഇറങ്ങുമ്പോൾ എന്താ പറയുക, എന്നെപ്പോഴും ഒരു കണ്ടക്ടർ വഴക്ക് പറയും. എൻ്റെ കഷ്ടകാലത്തിന് ആ ഒരു കണ്ടക്ടർ മാത്രമേ, ഡ്രൈവർ അതിനകത്ത് മാറുന്നുണ്ട്, കണ്ടക്ടർ മാറുന്നുമില്ല. എന്താ പറയുക, എപ്പോഴും എനിക്ക് അവിടെ ഇറങ്ങാൻ വേണ്ടി ഞാൻ എണീറ്റ് നിൽക്കുമ്പോൾ ഇയാൾ വന്നിട്ട് വഴക്ക് പറയും. ഇവിടെ നിർത്താൻ പറ്റില്ല, ഇവിടെ സ്റ്റോപ്പില്ല, സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. ഡ്രൈവർ എനിക്ക് പറയുമ്പോൾ നിർത്തി തരുന്നതുകൊണ്ട് തന്നെ ഈ കണ്ടക്ടർ പറഞ്ഞാൽ ഞാൻ ഒരിക്കലും കാര്യമാക്കാറില്ല കേട്ടോ. അയാളവിടുന്ന് പറഞ്ഞോട്ടെ, ഞാനൊന്നും തിരിച്ചൊന്നും പറയാനൊന്നും പോകാറില്ല. ഞാൻ ഡെയിലി ഇതുപോലെ ഡ്രൈവറോട് പറയും, ഡ്രൈവർ നിർത്തിത്തരും. ഇയാൾ ഇതുപോലെ വഴക്ക് പറഞ്ഞ് എന്നെ ഇറക്കി വിടും. ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം ഇതുപോലെ ഞാൻ ഡ്രൈവറെ അടുത്ത് പറയാൻ വേണ്ടി, ഞാൻ ഇരുന്ന സീറ്റിൽ നിന്ന് എണീറ്റു ഡ്രൈവറോട് പറയാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇയാൾ ബേക്കിൽ നിന്ന് വേഗം വന്നു ഡ്രൈവറെ എൻ്റെയും ഫ്രണ്ടിലായിട്ട് അവിടെ ഇടയിലായിട്ട് ക്രോസ് ആയിട്ട് നിന്നു കേട്ടോ. പക്ഷെ ഞാൻ നിന്നെടുത്തുനിന്ന് ഞാൻ ആ ഡ്രൈവറെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഏട്ടാ എനിക്ക് ഇവിടെ ഇറങ്ങണമെന്ന്. അപ്പോൾ ആൾ നിർത്തി തന്നു. ഇയാൾ വീണ്ടും വഴക്ക് തുടങ്ങി. അന്ന് വഴക്ക് പറഞ്ഞപ്പോൾ സീറ്റിൽ എന്താ പറയുക, ആണുങ്ങളെ സീറ്റിലിരിക്കുന്ന ഒരു ചേട്ടൻ അവിടെ നിന്ന് വഴക്ക് പറഞ്ഞു. ഇയാളെ വഴക്ക് പറഞ്ഞു എന്നല്ല, ജസ്റ്റ് അയാളുടെ അടുത്ത് പറഞ്ഞു, ടൈം ഇത്ര ആയല്ലോ, ബസ്സിൽ തിരക്കൊന്നും ഇല്ലല്ലോ, പിന്നെ ഒന്ന് നിർത്തി കൊടുത്താൽ എന്താ, ആ കുട്ടി ആയതുകൊണ്ടാണ് മിണ്ടാതിരുന്നത്, നിങ്ങൾ ഇത്രയും പറഞ്ഞിട്ട്, അങ്ങനെ അയാൾ പറഞ്ഞു. അപ്പോൾ ഡ്രൈവർ അടുത്ത് ആണ് ഇങ്ങനെ ഇയാൾ പറയുന്നത്, കണ്ടക്ടറുടെ അടുത്തല്ല. കണ്ടക്ടർ അവിടെ നിൽപ്പുണ്ട്, ഡ്രൈവറുടെ അടുത്ത് അയാളെ മുഖത്ത് നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഡ്രൈവറും പിന്നെ ഈ കണ്ടക്ടർ അടുത്ത് ചോദിക്കുക, എന്നാടാന്ന്. കാരണം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഒരാൾ എണീറ്റ് നിന്ന് നിർത്താൻ പറയുന്നു, നിർത്താൻ പറ്റുന്നില്ല നിർത്തണ്ട, അല്ലാണ്ട് ജസ്റ്റ് ഇങ്ങനെ വഴക്ക് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ഡ്രൈവറും ഈ അവിടെയുള്ളൊരു യാത്രക്കാരനായ ഒരാളും കൂടെ വഴക്ക് പറഞ്ഞപ്പോൾ ഇയാൾ ബാക്കിലോട്ട് പോയി. പിന്നെ ഞാൻ ആ ബസ് കയറിയിട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് എന്തൊക്കെയോ കാരണങ്ങളാൽ പിന്നെ എനിക്ക് പോകേണ്ടേയും വന്നിട്ടില്ല, ഞാൻ ആ ബസ് കയറിയിട്ടില്ല. പിന്നെ ഞാൻ അയാളെ കാണുന്നത് ഇതിനിടയ്ക്ക് ഒരു ദിവസമാണ്. കുറച്ച് മുന്നേ ഒരിക്കലാണ് ഞാൻ പിന്നെ അയാളെ കാണുന്നത്. അപ്പോൾ അയാൾ എന്നെ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ അവിടെ തന്നെ ഇറങ്ങുകയും ചെയ്തത്. വീട്ടിൻ്റെ അടുത്തെത്തി എണീറ്റ് വന്നു, അവിടെ ഇറങ്ങി. ഞാൻ ഇറങ്ങുമ്പോൾ അയാൾ എന്നെ നോക്കുന്നുണ്ട്. അയാൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടാവണം, ഇവൾ ഈ പഠിപ്പ് എന്നെ നിർത്തിയിട്ടില്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും. എനിക്കും അയാളെ മനസ്സിലായി. ഞാനൊരു പുഞ്ചിരിയോടെ ഓർക്കുന്നുണ്ട്. എനിക്ക് കുറേ വർഷം മുമ്പേ നടന്ന കാര്യമാണ്, പക്ഷെ പിന്നീട് ഞാൻ അയാളെ കാണുന്നത് ഇപ്പോഴാണ്. തലശ്ശേരി പേരാവൂർ റൂട്ടിലുള്ള ഒരു ബസ്സിൽ കണ്ടക്ടറായിരുന്നു.